വർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ മേക്കപ്പ് ഇട്ടിട്ടാണ് തന്റെ മുഖം ഇങ്ങനെയാക്കി മാറ്റിയത് എന്ന് കണ്ട എല്ലാവർക്കും അറിയുകയില്ലേ? പിന്നെ എന്ത് ഭംഗിയാണ് അതിലുള്ളത്? എന്ത് ഭംഗിയാണ് ഉദ്ദേശിക്കുന്നത്? മനസ്സിലാകുന്നില്ല. എല്ലാ സമയവും ഈ മേക്കപ്പ്, എവിടെ നോക്കിയാലും ചുണ്ടിന്റെ മുകളിൽ ചുവപ്പ് തേക്കുന്നതിന് യാതൊരു മര്യാദയുമില്ലാത്ത രൂപത്തിൽ ഈ ചുവപ്പ് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുകയാണ്. ആരെ കാണിക്കാനാണ്? ആരുടെ മുന്നിൽ ഈ മൊഞ്ച് കാണിക്കാനാണ് ഇങ്ങനെ ഈ വൃത്തികേടുകൾ ചെയ്യുന്നത്? എന്താണ് അതുകൊണ്ട് ഉണ്ടാകുന്നത്? ഈ ചുണ്ട് സ്വന്തമായി ചുണ്ട് ചുവത്തതല്ല, അത് ഏതോ ഒരു ചുവന്ന സാധനം ചുവപ്പിക്കാൻ വേണ്ടി ചുണ്ടിൽ വെച്ച് പിടിപ്പിച്ചതാണ് എന്ന് കാണുന്ന എല്ലാവർക്കും അറിയാം. പിന്നെ അതിലെന്ത് സൗന്ദര്യമാണ്, എന്ത് സൗന്ദര്യമാണ് അതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്? എല്ലാ മേക്കപ്പുകളും എല്ലാ സാധനങ്ങളും മുഖത്തിങ്ങനെ മെത്തുകയാണ്. എന്നിട്ട് മുഖം ഇങ്ങനെ മിനിപ്പിച്ച് നടക്കുകയാണ്. ഈ പെണ്ണ് വിചാരിക്കുകയാണ്, ഞാൻ നല്ല സൗന്ദര്യമുണ്ട്, ഇപ്പൊ ഞാൻ നല്ല ചേലായിട്ടുണ്ട്, ഞാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. കണ്ടവർക്കൊക്കെ അറിയാം ഈ പെണ്ണിന്റെ കോലെന്താണ്, രൂപെന്താണ്, ശരീര പ്രകൃതി എന്താണ്, എല്ലാവർക്കും അറിയാം. ആ മുഖത്തിന്റെ മുകളിൽ എന്തൊക്കെയോ തേച്ച് പിടിപ്പിച്ചിട്ട് എല്ലാ സൗന്ദര്യത്തെയും കളഞ്ഞു കുളിക്കുകയാണ്. പലപ്പോഴായി എന്നോട് പലരും പറയാറുണ്ട്, ഈ മേക്കപ്പ് ഇട്ട പെണ്ണിന്റെ ഭംഗി, ആ ഭംഗി പെണ്ണ് കളയുകയാണ്. ചെറിയ രൂപത്തിൽ എന്തെങ്കിലും ഒരു ഭംഗിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പക്ഷേ തേച്ചു എന്ന് വരാം. പക്ഷെ ഇത് അതിർവരമ്പുകളെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേകമായ ഒരു സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഒരു അവസ്ഥ വെറും കല്യാണങ്ങളിൽ മാത്രമല്ല, നടു റോട്ടിലേക്ക് ഇറങ്ങുകയാണെങ്കിലും, അതുപോലെ തന്നെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങുകയാണെങ്കിലും, അതുപോലെ തന്നെ ഏത് സൽക്കാരങ്ങളായാലും ഏത് പരിപാടികളായാലും ഈ മുഖത്ത് ഈ ചായങ്ങൾ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുകയാണ്. എന്താണ് അതുകൊണ്ട് ഉണ്ടാകുന്നത്? എന്താണ് അതിന്റെ പരിണിത ഫലം എന്താണ് എന്ന് നല്ല വിവരമുള്ള ഡോക്ടർമാരോട് ചോദിച്ചു നോക്കണം. സൗന്ദര്യം ഉണ്ടാക്കാം, സൗന്ദര്യത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം. ഒരുപക്ഷെ ആയുർവേദിക് പരമായിട്ടുള്ളതോ മറ്റോ മുഖത്ത് നമ്മൾ തേച്ചു ഉപയോഗിച്ചു എന്ന് വരാം. പക്ഷേ അങ്ങനെ തേക്കണ്ട എന്നോ ഉപയോഗിക്കണ്ട എന്നൊന്നും അതിനർത്ഥമില്ല. പക്ഷേ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ടുള്ള വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഇങ്ങനെ നീങ്ങുകയാണ്. ഇതിനൊരു പരിഹാരം ഉണ്ടായേ മതിയാകൂ. ആരെ കാണിക്കാനാണ് ചുണ്ട് ചുവപ്പിക്കുന്നത്? എന്തിനാണ് ഈ ചുണ്ടിങ്ങനെ ചുവപ്പിക്കുന്നത്? ആരെ കാണിക്കാനാണ്? നിന്റെ സൗന്ദര്യം നീ ആരെയാണ് കാണിക്കേണ്ടത്? ആരെയാണ് ഈ സൗന്ദര്യം കാണിക്കേണ്ടത്? എന്തിനാണ് ഇങ്ങനെ ഈ ഇല്ലാത്ത എല്ലാ ചായങ്ങളും ചുണ്ടിന്റെ മുകളിൽ ചുവന്ന ചായങ്ങൾ തേച്ച് പിടിപ്പിച്ചിട്ട് എന്തിനാണ്, ആരുടെ മുന്നിലാണ് ഈ സൗന്ദര്യം കാണിക്കുന്നത്? ഓരോ നിമിഷവും ഹറാമാണേ ചെയ്യുന്നത്. അന്യരെ കാണിക്കാനാണ്, അന്യ പുരുഷന്മാരെ കാണിക്കാനാണ്. നിന്റെ സൗന്ദര്യം മറ്റുള്ളവര് കണ്ട് ആസ്വദിക്കണമെന്ന രൂപത്തിലാണ് നീ അത് ചെയ്യുന്നതെങ്കിൽ പെണ്ണെ, നീ ചെയ്യുന്ന സമയം മുഴുവനും ഹറാമാണ്. ഓരോ സെക്കൻഡുകളും നീ ഹറാമ് ചെയ്യുകയാണ്. നിന്റെ സൗന്ദര്യം മറ്റുള്ളവര് കാണട്ടെ, ആസ്വദിക്കട്ടെ എന്ന രൂപത്തിലാണ് നിന്റെ ഖൽബിന്റെ ഉള്ളിലുള്ള ചിന്ത. അതല്ല നിന്റെ ഭർത്താവിന്റെ മുന്നിൽ നിന്റെ സൗന്ദര്യം കാണിക്കുന്നതിന് വേണ്ടി ചെറിയ രൂപത്തിലുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ നീ ഉപയോഗിച്ചു. നിന്റെ ഭർത്താവിന്റെ മുന്നിൽ നിനക്കൊന്ന് മൊഞ്ചാകണം, അങ്ങനെ നീ നല്ല വസ്ത്രങ്ങൾ ധരിച്ചു, നീ നിന്റെ മൊഞ്ച് കാണിക്കാൻ വേണ്ടി നീ നല്ല സൗന്ദര്യങ്ങൾ ഉണ്ടാകുന്ന നല്ല ചെറിയ സാധനങ്ങൾ ഉപയോഗിച്ചു. എന്നാൽ ഒരുപക്ഷെ അത് തെറ്റായി കൊള്ളണമെന്നില്ല. പക്ഷേ നീ കാണിക്കുന്ന നിന്റെ ലക്ഷ്യം അന്യര് കാണണം, അന്യപുരുഷന്മാര് കാണണം, ഇന്നാലിന്റെ കുടുംബങ്ങൾ കാണണം, നാട്ടുകാര് കാണണം, റീൽസിൽ എന്റെ ഭംഗി കാണണോ, ആ റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്നെ കണ്ട് ആസ്വദിക്കണമെന്നാണ് നീ ചിന്തിക്കുന്നതെങ്കിലേ പെണ്ണേ, നിന്റെ ഓരോ സെക്കൻഡുകളും ഹറാമാണ്. ആ ഹറാമിന് നീ കാരണമായാൽ, ആ ഹറാമും ചെയ്തു വെച്ചുകൊണ്ട് നീ മരണപ്പെട്ടു പോയാൽ നിന്റെ റീൽസ് ഇവിടെ എത്ര കാലം ഓടും? നീ ഇങ്ങനെ വിചാരിക്കും, മരണപ്പെട്ടിട്ട് നീ നാളെ ഒരു പക്ഷേ മരണപ്പെട്ടാൽ മരണത്തിന്റെ അന്ന് മരിച്ചിട്ടില്ലേ, മരണത്തിന്റെ അതേ കല്യാണത്തിന്റെ അന്ന് മരിച്ചിട്ടില്ലേ, കല്യാണത്തിന്റെ തലേന്ന് മരിച്ചിട്ടില്ലേ, പിറ്റേ ദിവസം മരിച്ചവരില്ലേ? അങ്ങനെ നിന്റെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ച് നീ അതാ നിന്റെ ശരീരത്തിൽ ഒരുപാട് മേക്കപ്പുകൾ ചെയ്ത് മറ്റുള്ളവരെന്നെ കണ്ട് ആസ്വദിക്കണമെന്ന രൂപത്തോടെ നീ ഒരു വീഡിയോ ഉണ്ടാക്കി, അതിന് 10,000-ങ്ങളും ലക്ഷങ്ങളും ചെലവഴിച്ച് അത് അന്യപുരുഷന്മാര് കാണുന്ന
രൂപത്തില് നീ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ ഏത് സംവിധാനത്തിൽ നീ അപ്ലോഡ് ചെയ്തിട്ട് പിറ്റേ ദിവസം നീ അങ്ങ് മരണപ്പെട്ടു പോയാൽ നീ ഖബറിൽ ഇങ്ങനെ കിടക്കുമ്പോ നിന്റെ മേക്കപ്പ് ചെയ്ത നിന്റെ ചുണ്ട് ചുവപ്പിച്ച മുഖമുണ്ടല്ലോ, ആ മുഖം എത്രയോ ആളുകൾ പിന്നെയും കാണുകയാണ്. അത് നീ ആ സമയം ഖബറിലാണ്, മുങ്കർ നക്കീറിന്റെ ചോദ്യത്തിലാണ്. എന്തായിരിക്കും ഖബറിലുള്ള ജീവിതമെന്ന് ചിന്തിക്കണേ പെണ്ണേ, ഓർക്കണേ പെണ്ണേ, മനസ്സിലാക്കണേ പെണ്ണേ. വലിയ ഗൗരവമുള്ള വിഷയമാണ്, ചെറിയ നിസ്സാരമായ പ്രശ്നമല്ല ഇത്. അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. ഈ എല്ലാം അതേ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഇടാനുള്ളതാണോ? അല്ലേ അല്ല. സ്റ്റാറ്റസ് വെക്കാനുള്ളതാണോ? അല്ലേ അല്ല. എപ്പോഴും മരിക്കാം, ഏത് സമയത്തും മരിക്കാം. നഊദുബില്ലാഹ്. അല്ലാഹു നമ്മളെല്ലാവരെയും അങ്ങനെയുള്ള അവസ്ഥകളെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. ചിന്തിക്ക്, മനസ്സുകൊണ്ടെന്ന് ചിന്തിക്ക്, കൽബ് കൊണ്ടത് ചിന്തിക്ക്. നീ അപ്ലോഡ് ചെയ്ത പിറ്റേ ദിവസം നീ മരണപ്പെട്ടാൽ നിന്റെ മുഖം എത്ര ആളുകൾ കണ്ട് ആസ്വദിക്കും? നീ ആസ്വദിച്ച് നീ ഉണ്ടാക്കിയ, നീ അപ്ലോഡ് ചെയ്ത വീഡിയോ അപ്പോഴും അതേ ഇൻസ്റ്റയിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്. നീ അപ്പോൾ ഖബറിലാണ്. ആ ഖബറിലെ അവസ്ഥ എന്തായിരിക്കും? നിന്റെ മേലിൽ ഓരോ സെക്കൻഡുകളും കടുത്ത ഹറാമുകൾ മലായിക്കത്തുകൾ രേഖപ്പെടുത്തുകയാണ്. മാ യൽഫളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ വഅതീദ്. മഹാന്മാരായ മലായിക്കത്തുകൾ ഒരു കാര്യവും ഇവിടെ രേഖപ്പെടുത്താതെ പോവുകയില്ല പെങ്ങളെ, സഹോദരി. അതുകൊണ്ട് എല്ലാ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് നിന്റെ മുഖത്ത് നീ സൗന്ദര്യം പിടിപ്പിക്കുമ്പോ നീ മനസ്സിലാക്കണം, ഇത് ആറു ബോറാണ്. ഇത് ബോറാണ്, കടുത്ത ബോറാണ്. ഈ മേക്കപ്പ് ചെയ്ത ഒരൊറ്റ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിയാലും ഒരു സൗന്ദര്യവും ലഭിക്കുകയില്ല. ആരാ അത് പറഞ്ഞത് സൗന്ദര്യമുണ്ട് എന്ന്? കടുത്ത അറുബോറനാണ്, അറുവഷളനാണ്, വെറുപ്പാണ് ആ മുഖം കാണാൻ. ഈ മായങ്ങള് ഇങ്ങനെ തേച്ച് പിടിച്ച മുഖങ്ങൾ കാണുമ്പോ ചിലർ വിചാരിക്കും ഞാൻ ഉഷാറായിന്ന്. എന്നാ പെങ്ങളെ നീ മനസ്സിലാക്കണം, നിന്റെ മുഖത്തിന്റെ സൗന്ദര്യം മുഴുവനും നീ കളഞ്ഞു കുളിക്കുകയാണ്. ഒരു ഭംഗിയുമില്ല മുഖം കാണാൻ, ഒരു ഭംഗിയുമില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണേ. അല്ലാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ.